ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 7. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവരല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്റെ മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണുപോയില്ല. എന്തെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്റെ മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിന്റെ വീഴ്ച വലുതായിരുന്നു. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവന്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. അവിടെ നിയമജ്ഞന്മാരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് യേശു അവരോട് പഠിപ്പിച്ചത്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. വിശ്വാസം എന്നത് കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പുമാണെന്ന് അപ്പോസ്തലൻ നമ്മെ ഓർപ്പെടുത്തുന്നുണ്ട്. സത്യത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എപ്രകാരമുള്ളതാകണമെന്ന് യേശു സുവിശേഷത്തിലൂടെ ഓർപ്പെടുത്തുന്നു. അത് പാറമേൽ അടിസ്ഥാനമിട്ടതാകണം. വിശ്വാസത്തിൽ ആഴമില്ലെങ്കിൽ വിശുദ്ധിക്ക് ബലമുണ്ടാവുകയില്ല, ജീവിതത്തിൽ നൈർമല്യമുണ്ടാവുകയില്ല, നാം ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം പൂർണ്ണതയും ഉണ്ടാവുകയില്ല. സുവിശേഷം നമ്മെ ഓർപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായ കൃപയാണിത്, പാറമേൽ അടിസ്ഥാനമിട്ട വിശ്വാസത്തിന്റെ ബലം. പിതാവായ ദൈവം ഇസ്രായേൽ ജനത്തോടു കൂടെ ആയിരുന്നപ്പോൾ പലവട്ടം പാറമേൽ നിന്ന് അവരോട് സംസാരിച്ചു. അവർക്ക് ദാഹിച്ചപ്പോൾ മാറായിലെ കയ്പുള്ള പാറയിൽ നിന്ന് മധുരമുള്ള ജലം നൽകി ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് തെളിയിക്കുന്നുണ്ട്. പാറമുകളിൽ നിന്ന് ദൈവം സംസാരിക്കുകയും ആ ജനം അത് കേൾക്കുകയും അവർ വിശ്വസിക്കുകയും ദൈവത്തിന്റെ മഹത്വം അവർ ദർശിക്കുകയും ചെയ്തു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം മോറിയ മലമുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചു. ദൈവത്തോട് അവൻ സംസാരിച്ചു. ക്രിസ്തുവും പലവട്ടം പാറയെക്കുറിച്ച് ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശ്വാസമാകുന്ന ഉറപ്പുള്ള പാറമേൽ നാം സ്നേഹത്തിന്റെ, വിശ്വാസത്തിന്റെ, വിശുദ്ധിയുടെ, നന്മയുടെ, സത്യത്തിന്റെ ഭവനം പണിതുയർത്തണം. നാം പണിയുന്ന ഭവനം മണൽപ്പുറത്താണെങ്കിൽ അത് തകർന്നു പോവുകയും ആ തകർച്ച വലുതായിരിക്കുകയും ചെയ്യുമെന്ന് യേശു ഓർപ്പെടുത്തുന്നു. വിശ്വാസത്തിൽ ആഴമില്ലാതെ വരുമ്പോഴാണ് ജീവിതത്തിലെ ഏതെങ്കിലും ചെറിയൊരു പ്രതിസന്ധി വരുമ്പോൾ തന്നെ നമ്മൾ തകർന്നു പോവുകയും നമ്മൾ വിശ്വാസരാഹിത്യമുള്ളവരായി പോവുകയും ചെയ്യുന്നുണ്ട്. രോഗമോ ബുദ്ധിമുട്ടോ കടബാധ്യതയോ ശാരീരിക മാനസിക പ്രശ്നങ്ങളോ വരുമ്പോൾ തകർന്നു പോകുന്നുവെങ്കിൽ ഓർക്കുക, നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം അത്ര ബലമേ ഉള്ളൂ എന്ന്. പാറമേൽ അടിസ്ഥിതമാണെങ്കിൽ തീർച്ചയായും ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ നമുക്ക് ബലമുണ്ടാവുക തന്നെ ചെയ്യും. കാറ്റൂതി, വെള്ളപ്പൊക്കമുണ്ടായി, അതിൻ്റെ മേൽ ആഞ്ഞടിച്ചു, എന്നിട്ടും അത് വീണുപോയില്ല. എന്തെന്നാൽ അത് പാറമേൽ പണിയപ്പെട്ടതായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസം പാറമേൽ അടിത്തറയിട്ടതാകുവാനുള്ള വലിയൊരു കൃപ ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വിശ്വാസം ദൈവത്തിന്റെ ദാനമെന്നാണ് സുവിശേഷം ഓർപ്പെടുത്തുക. ആ മഹത്തായ ദാനം സ്വീകരിച്ചാൽ മാത്രമേ നമുക്കും
ഈ കൃപയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ലോകത്തിന് നന്മ ചെയ്യുവാനും വിശ്വാസത്തിന് സാക്ഷികളാകുവാൻ സാധ്യമാവുകയുമുള്ളൂ. ഇന്നത്തെ സുവിശേഷം അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ജനക്കൂട്ടം പറയുന്ന ഒരു വാക്ക് ശ്രദ്ധേയമാണ്. അവരുടെ നിയമജ്ഞന്മാരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് ക്രിസ്തു അവരെ പഠിപ്പിച്ചത്. സത്യമാണ്, ക്രിസ്തു ദൈവികമായ അധികാരത്തിൽ നിന്നുകൊണ്ട് സ്വർഗപിതാവിന്റെ വത്സല പുത്രൻ എന്ന അധികാരത്തോടുകൂടി രക്ഷകനായി ഭൂമിയിലേക്ക് വന്നു എന്ന അധികാരത്തോടുകൂടി പിതാവായ ദൈവം നൽകിയിരിക്കുന്ന അധികാരമുദ്രയുടെ ബലത്തിൽ ലോകത്തെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് 2024 വർഷങ്ങൾ പിന്നിട്ടിട്ടും ക്രിസ്തുവിന്റെ പഠനത്തിന് ഇന്നും വിലയുള്ളത്. ഇന്നും ആ സത്യത്തിൽ വിശ്വസിച്ച് ജീവിതത്തെ അനേകർ ബലപ്പെടുത്തുന്നത്. മണൽ തരി പോലെ ബലം കുറഞ്ഞു പോയ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബലമുള്ളതാക്കി തീർക്കാൻ കൃപയും വരവും നൽകണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമാ ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാൻ